കേരള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നുള്ളത് എല്ലാവരും കേട്ട് കാണും. എന്നാൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റിൽ ജോലി ചെയ്യാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ്. ഇത് KVS-ലും അതേപോലെ തന്നെ നവോദയ വിദ്യാലയയിലും വന്നിരിക്കുന്നത്. എന്നാൽ ഇതൊരു ടീച്ചിങ് ജോബ് അല്ല. ഇതൊരു അസിസ്റ്റന്റ് ജോബാണ്. എന്ന് മാത്രമല്ല ഇതെല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രി അല്ലെങ്കിൽ +2 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പറയാൻ പോകുന്നത് വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കുക. 1500-ലധികമാണ് കേന്ദ്രീയ വിദ്യാലയയിലും അതേപോലെ നവോദയ വിദ്യാലയയിലും ഈ വേക്കൻസീസ് വരുന്നത്. ഇതിന്റെ പ്രത്യേകത ഇതിന് BEd വേണ്ട, അതേപോലെ തന്നെ എക്സ്പീരിയൻസിന് ആവശ്യമില്ല. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ്. എന്ന് പറയുന്നത് പേ ലെവൽ 2 ആണ്. അതായത് 20,000 മുതൽ 65,000 ഇടയിലാണ് സാലറി വരുന്നത്. ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക, 27 ഇയേഴ്സ് ആണ്. SC കാൻഡിഡേറ്റ്സിനും ST കാൻഡിഡേറ്റ്സിനും OBC കാൻഡിഡേറ്റ്സിനും നിയമാനുസൃതമായ ഏജ് റിലാക്സേഷൻ അവൈലബിൾ ആണ്. 27 വയസ്സ് തേക്കുന്ന ആ ഡേറ്റ് എന്ന് പറയുന്നത് 4th ഡിസംബർ 2025 ആണ്. സോ 4th ഡിസംബർ 2025 ആകുമ്പോഴേക്ക് 27 വയസ്സ് കവിയാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക, +2 മാത്രം മതിയാകും. +2ന്റെ കാര്യം മാത്രമാണ് KVS-ൽ പറയുന്നതും NVS-ൽ നവോദയയുടെ കേസിലും അത് തന്നെയാണ് പറയുന്നത്. ചെറിയൊരു വ്യത്യാസം വരുന്നത് ടൈപ്പിംഗ് സ്പീഡിലാണ്. KVS-ലാണെങ്കിൽ ടൈപ്പിംഗ് സ്പീഡ് 35 വേർഡ്സ് പെർ മിനിറ്റ് ആണ് ഇംഗ്ലീഷിന്റെ ടൈപ്പിംഗ് സ്പീഡ് വരുന്നത്. നവോദയ വിദ്യാലയയുടെ ആണെങ്കിൽ 30 വേർഡ്സ് പെർ മിനിറ്റ് ആണ് പറയുന്നത്. പിന്നെ നവോദയ വിദ്യാലയയിൽ കുറച്ച് ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ടെങ്കിലും അത് ഡിസൈറബിൾ മാത്രമാണ്, അത് നമുക്ക് നിർബന്ധം വരുന്നില്ല. അപ്പോൾ +2 ഉള്ള ഒരാൾക്ക്, അത്യാവശ്യം ടൈപ്പിംഗ് സ്പീഡ് ഉള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ 2 പോസ്റ്റുകൾ, കേന്ദ്രീയ വിദ്യാലയയിലും അതേപോലെ തന്നെ നവോദയ വിദ്യാലയത്തിലെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇതേപോലെ മറ്റൊരു പോസ്റ്റ് ആണ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത്. MTS ആണ് വരുന്നത്. അത് പേ ലെവൽ 1 ആണ്. അതായത് 15,000-നും 56,000-നും ഇടയിലായിരിക്കും സാലറി വരുന്നത്. ആൻഡ് ഇതിന്റെ ഏജ് ലിമിറ്റ് കുറച്ചും കൂടി കൂടുതലാണ്, 30 ഇയേഴ്സ് ആണ്. അഗെയിൻ കട്ട് ഓഫ് ഡേറ്റ് ശ്രദ്ധിക്കുക, ഡിസംബർ 4, 2025 ആണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ MTS-ന്റെ സാധാരണ എല്ലാ MTS-ന്റെയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10th സ്റ്റാൻഡേർഡ് ആണ്. ഇതിന്റെയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10th സ്റ്റാൻഡേർഡ് തന്നെയാണ്. പക്ഷേ ഇത് നവോദയ വിദ്യാലയത്തിൽ മാത്രമേ ഒഴിവ് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഈ ഓരോ പോസ്റ്റിന്റെയും വേക്കൻസീസ് എടുത്തെടുത്ത് പറഞ്ഞിട്ടില്ല. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേക്കൻസീസ് ഡോട്ട്സ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2ന്റെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വേറൊരു പോസ്റ്റും കൂടിയുണ്ട്, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 1 എന്ന് പറയുന്നത്. അതിന് എക്സ്പീരിയൻസ് വേണം. ഗ്രേഡ് 2-നാണെങ്കിൽ എക്സ്പീരിയൻസ് വേണ്ട. ഗ്രാജുവേഷൻ അതേപോലെ തന്നെ സ്കിൽ ടെസ്റ്റ് പാസ്സാവാനുള്ള സ്റ്റെനോഗ്രാഫി ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ സ്കീം ഓഫ് എക്സാം എങ്ങനെയാണ് എന്നുള്ളതാണ്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 അതേപോലെ തന്നെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് 2 tier എക്സാം ആണ്. അതായത് 2 സ്റ്റേജ് ഓഫ് എക്സാം വരുന്നുണ്ട്. ഒരു tier 1 വരുന്നുണ്ട്, ഒരു tier 2 വരുന്നുണ്ട്. പിന്നെ ഒരു മൂന്നാമത്തെ സ്റ്റേജ് ഓഫ് എക്സാം കൂടി വരുന്നുണ്ട്, സ്കിൽ ടെസ്റ്റ്. ഇത് മൂന്നും കൂടി ക്ലിയർ ചെയ്യുമ്പോഴാണ് നമുക്ക് സർവീസിലേക്ക് സെലക്ഷൻ കിട്ടുന്നത്. ഇതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് tier 2ന്റെ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ സ്കിൽ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലും ആയിരിക്കും സെലക്ഷൻ കംപ്ലീറ്റ് ആവുന്നത്. tier 1 എന്ന് പറയുന്നത് ക്വാളിഫയിങ് ആയിട്ടുള്ള എക്സാം മാത്രമാണ്. എന്നാൽ MTS-ഉം അതേപോലെ തന്നെ ലാബ് അറ്റൻഡന്റ് എക്സാമിനും സ്കിൽ ടെസ്റ്റ് ഇല്ല. ഒരു tier 1 എക്സാമും tier 2 എക്സാമും ആണ് വരുന്നത്. tier 1 ക്വാളിഫയിങ് ആണ്. tier 2ന്റെ അടിസ്ഥാനത്തിലായിരിക്കും മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനൊന്നും തന്നെ ഇന്റർവ്യൂ ഇല്ല. ഇനി നമുക്ക് tier 1 എക്സാം എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. tier 1 എക്സാം എന്ന് പറയുന്നത് OMR ബേസ്ഡ് എക്സാം ആണ്, ഒബ്ജക്റ്റീവ് എക്സാം ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം അല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 2 മണിക്കൂറിലൊരു എക്സാം ആണ്. ഇതിനകത്ത് ചോദിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് റീസണിംഗ് ഉണ്ട്, ന്യൂമറിക് എബിലിറ്റി ഉണ്ട്, കമ്പ്യൂട്ടർ ലിറ്ററസി, ജനറൽ നോളജ്, അതേപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കോമ്പിറ്റൻസി, പിന്നെ ഒരു മോഡേൺ ലാംഗ്വേജ് കോമ്പിറ്റൻസിയാണ് വരുന്നത്. ഈ മോഡേൺ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഹിന്ദി ചൂസ് ചെയ്യാവുന്നതാണ്, അതേപോലെ തന്നെ മലയാളം തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി കന്നഡത്തിൽ എഴുതുന്നവർക്ക് കന്നഡ ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്നത് ജനറൽ റീസണിങ്ങും അതേപോലെ ന്യൂമറിക് എബിലിറ്റി, കമ്പ്യൂട്ടർ ലിറ്ററസിയിലുമാണ് വരുന്നത്. കാരണം 60 മാർക്സ് ആണ് വരുന്നത്. ചോദ്യങ്ങൾ 20 എണ്ണമാണ് വരുന്നത്. സോ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 100 ക്വസ്റ്റ്യൻസും ഒരു ചോദ്യത്തിന് 3 മാർക്ക് വെച്ചിട്ട് 300 മാർക്കാണ് വരുന്നത്. നെഗറ്റീവ് മാർക്സും ഉണ്ട്. 1 മാർക്കാണ് നെഗറ്റീവ് മാർക്കായിട്ട് വരുന്നത്. ഇതൊരു ക്വാളിഫയിങ് പേപ്പർ മാത്രമാണ്. ഈ tier 1 എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് എക്സാം വരുന്നത് ഇത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും അതേപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ എക്സാമിനും ലാബ് അറ്റൻഡന്റ് എക്സാമിനും മാത്രമാണ് വരുന്നത്. MTS-ന്റെ സ്ട്രക്ചർ ഇത്തിരി വ്യത്യാസമുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഈ നേരത്തെ പറഞ്ഞ റീസണിങ്, അതേപോലെ തന്നെ ന്യൂമറിക് എബിലിറ്റി, കമ്പ്യൂട്ടർ ലിറ്ററസി, ജനറൽ നോളജ് പോലെയുള്ള ആ 4 വിഷയങ്ങൾ നമുക്ക് ഇംഗ്ലീഷ് കൂടാതെ നമുക്കൊരു വേറെ ലാംഗ്വേജിലും കൂടി എഴുതാവുന്നതാണ്. അതായത് മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിലും പോസിബിൾ ആണ്. സോ ദാറ്റ് മീൻസ് ബൈലിംഗ്വൽ ആണ്. ഏത് ഭാഷയിൽ എഴുതണം എന്നുള്ളത് ചൂസ് ചെയ്യാൻ പറ്റും.
ഇനി നമ്മൾ MTS നോക്കിക്കഴിഞ്ഞാൽ MTSന്റെ പാറ്റേണിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എക്സാമിന്റെ ഡ്യൂറേഷൻ ഒക്കെ സെയിം തന്നെയാണ്, 2 അവേഴ്സ് തന്നെയാണ്. അതേപോലെ തന്നെ 100 ക്വസ്റ്റ്യൻസും 300 മാർക്സും തന്നെയാണ് വരുന്നത്. അതേപോലെ നെഗറ്റീവ് മാർക്സും 1 മാർക്കും ഒക്കെ തന്നെയാണ്. പക്ഷേ അതിനകത്ത് ആകെ 4 പാർട്ട് മാത്രമേ വരുന്നുള്ളൂ. ജനറൽ അവയർനെസ് ആൻഡ് കറന്റ് അഫയേഴ്സ്, പിന്നെ ബേസിക് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ, അതേപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് വരുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു മോഡേൺ ലാംഗ്വേജ് ചൂസ് ചെയ്യാന്നുള്ളതാണ്. മോഡേൺ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം ചൂസ് ചെയ്യാം, ഹിന്ദി എഴുതുന്നുണ്ടെങ്കിൽ ഹിന്ദിയിൽ ചൂസ് ചെയ്യാം, ഇനി കന്നഡത്തിൽ എഴുതുന്നവർക്കാണെങ്കിൽ കന്നഡത്തിലും ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് മാത്സോ അതേപോലെ തന്നെ റീസണിങ് ക്വസ്റ്റ്യൻസോ ഒന്നും തന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൽ പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, നമ്മൾ സാധാരണ കാണുന്ന ഒരു എക്സാമിനേക്കാളും ഒരുപാട് സമയമുണ്ട്. കാരണം 100 ചോദ്യത്തിന് 2 മണിക്കൂറാണ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയാലും ശരി, MTS ആയാലും ശരി. സോ അത് തന്നെ ഒരു എക്സാമിന്റെ ലെവൽ എളുപ്പമാക്കി തരുന്ന ഒരു പ്രോസസ്സാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് Tier 2 എക്സാമിനെ കുറിച്ചാണ്. Tier 2 എക്സാമിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത് 2 ടൈപ്പ് ഓഫ് എക്സാം ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്, അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഒബ്ജക്റ്റീവ് ആണ്. 60 ക്വസ്റ്റ്യൻസ് ആണ് ഒബ്ജക്റ്റീവ് വരുന്നത്. ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് എന്നാണ് പറയുന്നത്. അതിൽ തന്നെ ഈ ഒബ്ജക്റ്റീവിന് 60 ക്വസ്റ്റ്യൻസ് 60 മാർക്സ് ആണ് വരുന്നത്. ആൻഡ് 10 ക്വസ്റ്റ്യൻസ് ഡിസ്ക്രിപ്റ്റീവിലാണെങ്കിൽ 40 മാർക്സ് ആണ്. സോ ടോട്ടൽ വരുന്നത് 100 മാർക്സും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 70 മാർക്സ് ആണ്. എന്ത് ടോപ്പിക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സബ്ജക്ട് നോളജ് അളക്കും എന്നുള്ളതാണ്. 2.5 hours ആണ് എക്സാം വരുന്നത് എന്നുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് ഇപ്പൊ Tier 2ന്റെ ഒരു സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും അതേപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2ന്റെയും സിലബസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ലാബ് അറ്റൻഡന്റെയും അതേപോലെ MTSന്റെയും Tier 2ന് എന്താണ് സിലബസ് എന്ന് പറഞ്ഞിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോക്കിക്കഴിഞ്ഞാൽ GKയും അതേപോലെ തന്നെ ലോജിക്കൽ റീസണിംഗ്, കമ്പ്യൂട്ടർ ലിറ്ററസിയുമാണ് പറയുന്നത്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 ആണെങ്കിൽ ജനറൽ ഇംഗ്ലീഷ്, ഹിന്ദി, ജനറൽ നോളജ്, കമ്പ്യൂട്ടർ ലിറ്ററസി, ഓഫീസ് പ്രൊസീജിയർ, നോട്ടിംഗ് ആൻഡ് ഡ്രാഫ്റ്റിംഗ് എല്ലാം കൂടി ചേർന്നിട്ടാണ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2ന്റെ എക്സാം വരുന്നത്. ഇനി തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്കിൽ ടെസ്റ്റ് ആണ്. ഇതിനകത്ത് നമുക്കറിയാം ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്കിൽ ടെസ്റ്റ്, അതേപോലെ തന്നെ സ്റ്റെനോഗ്രാഫറിന് സ്കിൽ ടെസ്റ്റ് ഉണ്ട്. KVയുടെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണെങ്കിൽ വേർഡ് പെർ മിനിറ്റ് വളരെ കൂടുതലാണ്, 35 വേർഡ്സ് പെർ മിനിറ്റ് ആണ്. ആ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു ടെസ്റ്റും കൂടിയുണ്ട്, കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി എന്ന് പറയുന്നത്. അത് MS വേർഡ്, അതേപോലെ തന്നെ MS എക്സൽ, MS ആക്സസ്, പവർ പോയിന്റ്, ഇന്റർനെറ്റ് എന്നുള്ള കാര്യങ്ങളായിരിക്കും ചെക്ക് ചെയ്യുന്നത്. 100 ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് വരുന്നത്. ഇനി നവോദയ വിദ്യാലയയുടെ സ്കീമിന്റെ ഉള്ള സ്കിൽ ടെസ്റ്റ് ആണെങ്കിൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണെങ്കിൽ അതിനകത്ത് വരുന്നത് കമ്പ്യൂട്ടറിൽ ടൈപ്പിംഗ് മാത്രമാണ് വരുന്നത്. 30 വേർഡ്സ് പെർ മിനിറ്റ് ആണ്. അഗൈൻ ക്വാളിഫൈങ് മാത്രമാണ്. ഇനി അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റെനോഗ്രാഫർ ആണ്. സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2വിനാണെങ്കിൽ 3 ടൈപ്പ് ഓഫ് ടെസ്റ്റ് വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഷോർട്ട് ഹാൻഡ് ടെസ്റ്റ് ആണ്. ഡിക്റ്റേഷൻ പറയുന്നുണ്ട്, ട്രാൻസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്, പിന്നീട് അവർ ടൈപ്പിംഗ് ടെസ്റ്റ് പറയുന്നുണ്ട്, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ടെസ്റ്റും പറയുന്നുണ്ട്. അപ്പം ഈ പറയുന്ന ടൈപ്പിംഗ് ടെസ്റ്റും അതേപോലെ തന്നെ ഷോർട്ട് ഹാൻഡ് ടെസ്റ്റും ക്വാളിഫൈയിങ് ആണ്. കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് 100 മാർക്സിലാണ്, അതിന്റെ പെർസെന്റേജും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ സ്കിൽ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഫൈനലായിട്ട് സെലക്ഷൻ നടക്കുന്നത്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. എക്സാമിനേഷൻ ഫീസ് എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഒന്ന് എക്സാമിനേഷൻ ഫീ 1200ഉം പ്രോസസിംഗ് ഫീ എന്ന് പറയുന്നത് 500ഉം ആണ് വരുന്നത്. സോ ടോട്ടൽ എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്നത് 1700 ആണ്. അത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 ആയാലും ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയാലും ലാബ് അറ്റൻഡ് ആയാലും മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആയാലും ഇത് തന്നെയാണ് വരുന്നത്, 1700. ഒരേ ടൈപ്പ് ഓഫ് പോസ്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു തവണ അപ്ലൈ ചെയ്താൽ മതി. അതായത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലെ KVSനും NVSനും കൂടി ഒരുമിച്ചാണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ ഒരു പ്രാവശ്യം മാത്രം ഫീസ് അടച്ചാൽ മതി. 2 പോസ്റ്റിലേക്കാണെങ്കിൽ 2 തവണ ഫീസ് അടയ്ക്കുക എന്നുള്ളതാണ്. ഒരേ ടൈപ്പ് ഓഫ് പോസ്റ്റിനാണെങ്കിൽ ഒരു തവണ ഫീസ് അടച്ചാൽ മതിയാകും. ഇനി എക്സാമിനേഷൻ ഫീസിന്റെ കാര്യം ശ്രദ്ധിക്കുക. ഇത് എല്ലാവരും അടക്കേണ്ടതാണ്. ഈ എക്സാമിനേഷൻ ഫീ 1700 എന്ന് പറയുന്നത്. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ് അതേപോലെ തന്നെ PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 1200 അടക്കണ്ട, 500 ആയിട്ടുള്ള പ്രോസസിംഗ് ഫീസ് മാത്രം അടച്ചാൽ മതി. ഇനി ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക. 4th December 2025 ആണ് ലാസ്റ്റ് ഡേറ്റ്.